ഞാൻ പെട്ടു കബളിപ്പിക്കപ്പെടുന്ന മലയാളി. 60 വർഷം 60 പുസ്തകം എന്ന സീരീസിൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. ഞാൻ പെട്ടു കബളിപ്പിക്കപ്പെടുന്ന മലയാളി. നമ്മൾ അറിയുന്ന മലയാളി വളരെ ബ്രില്യൻ്റായിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. സാധാരണഗതിയിൽ ആർക്കും കബളിപ്പിക്കാൻ കഴിയാത്ത, ആരെയും കബളിപ്പിക്കാൻ ത്രാണിയുള്ള ഒരു ജനവിഭാഗം. അതാണ് മലയാളിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ മലയാളി എല്ലാ കാലത്തും കബളിപ്പിക്കപ്പെട്ടിരുന്നു. ഈ കബളിപ്പിക്കപ്പെടലിൻ്റെ ചരിത്രമാണ് DC ബുക്സിൻ്റെ 60 വർഷം 60 പുസ്തകം എന്ന പരമ്പരയിൽ ഞാൻ എഴുതിയ ഞാൻ പെട്ടു കബളിപ്പിക്കപ്പെടുന്ന മലയാളി എന്ന പുസ്തകം. ഇത് ഒരു സോഷ്യൽ ഹിസ്റ്ററിയാണ്, സാമൂഹ്യ ചരിത്രം. പക്ഷേ ഒരു ചരിത്രത്തിൻ്റെ ഔപചാരികതകളോ ആധികാരികതകളോ നിലനിർത്തിക്കൊണ്ട് രചിച്ചിട്ടുള്ള ഒരു പുസ്തകമല്ല. ഒരുതരം സർക്കാസം, സറ്റയർ എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഈ നൂറ്റാണ്ടുകളായി മലയാളിയുടെ ശീലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ മലയാളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഈ കബളിപ്പിക്കലിൻ്റെ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടലിൻ്റെ ഒരു ആക്ഷേപ ഹാസ്യ അവതരണം എന്നേ പറയാവൂ ഈ കൃതി. ചരിത്രമല്ല, ആധികാരികമായ ഒരു ചരിത്രരേഖയെന്ന് ഇതിനെ പറയാനാവില്ല. പക്ഷേ ലളിതമായ ഒരു വായനയ്ക്ക് ഉതകുന്ന വളരെ ലളിതമായ ഒരു സാമൂഹ്യ ചരിത്ര ഗ്രന്ഥം എന്ന് ഞാനതിനെ വിശേഷിപ്പിക്കും. വാലിനെ വിഴുങ്ങുന്ന തല, ധനാശാപാശങ്ങൾ, തൂണിലും തുരുമ്പിലും തട്ടിപ്പ്, എംബ്രാനാദ്യം പിന്നെ എമ്പാടാൾക്കാരും, ആകാശത്തിലെ പറവകൾ, കത്തി ലേപനത്തിലും സേവനത്തിലും, രതി ഒരു ചതി, ഓഫാക്കാനൊരുങ്ങി ഓൺലൈൻ, ദൈവം സാക്ഷി, മേധാശൂന്യർ, മേഷപ്രായർ നാം എന്നിങ്ങനെ ഇതിലെ അധ്യായങ്ങൾ. ഓരോ അധ്യായത്തിലും ഓരോ തരത്തിലുള്ള കബളിപ്പിക്കലാണ് ആവിഷ്കരിക്കുന്നത്. ശരിക്ക് മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ ഒരു കബളിപ്പിക്കലാണ് നമ്പൂതിരി സംബന്ധം. സ്വന്തം സമുദായത്തിൽ വിവാഹത്തിന് നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനമുള്ള അഭൻ നമ്പൂതിരിമാർ നായർ തറവാടുകളിലെ പുണ്യലേപനം എന്ന ലേബലിൽ സംബന്ധം കൂടുന്ന ആ കഥ മുതൽ ഏറ്റവും നവീനമായ സൈബർ തട്ടിപ്പ് വരെ ഈ ഗ്രന്ഥത്തിൽ വിശകലനം ചെയ്യപ്പെടുകയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ വളരെ സന്തോഷപൂർവ്വം പ്രതികരിച്ച ഒരു പുസ്തകമാണിത്. അത് ലഭിച്ചാൽ ഒന്ന് വായിച്ചു നോക്കണം എന്ന ഒരഭ്യർത്ഥനയുണ്ട്. അതിൻ്റെ അവസാനത്തെ ചില ഭാഗങ്ങൾ ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം. ഏതൊരു തട്ടിപ്പും അതിൻ്റെ വളർച്ചയുടെ, വികാസത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ സംശയം ജനിപ്പിച്ചിട്ടുണ്ടാവാം. എന്നാൽ മിക്ക സംഭവങ്ങളിലും ആരും തന്നെ ആ സംശയം ഉറക്കെ ചോദിക്കാൻ ഒരുമ്പെട്ടിട്ടുണ്ടാവില്ല. അതുതന്നെയാണ് തട്ടിപ്പുകാരുടെ വിജയം. ഏതൊരു തട്ടിപ്പിനെക്കുറിച്ചും നമ്മൾ അടക്കം പറയും. ആ സ്വകാര്യ ഭാഷണം ഒന്നുറക്കെയായാൽ ചില തട്ടിപ്പുകളുടെയെങ്കിലും കഥ അവിടെ തീരും. പക്ഷേ എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷ നമ്മളെ തട്ടിപ്പുകളെക്കുറിച്ച് മിണ്ടുന്നതിൽ നിന്ന് വിലക്കുന്നു. എല്ലാം ശരിയാക്കാം എന്ന പ്രതീക്ഷ നൽകി തട്ടിപ്പുകാർ വീണ്ടും വീണ്ടും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, രാഷ്ട്രീയം പോലും അത്തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് എന്ന അനുഭവമാണ് ഇവിടെ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്.